സംഘർഷം സൃഷ്ടിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികൾക്കിടയിൽ നിർണായക എണ്ണ സംഭരണശാലയായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഏതെങ്കിലും സാഹസികതയുടെ അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന് ടെഹ്റാൻ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും കരയാക്രമണത്തിൽ US സേനയെ സ്വാഗതം ചെയ്യാൻ മിനിറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇറാനിലുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി മുന്നറിയിപ്പ് നൽകി. അവർ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അവരുടെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ അതേ പ്രദേശങ്ങളിലുണ്ട്, അദ്ദേഹം ഒരു മാധ്യമ പ്രസംഗത്തിനിടെ പറഞ്ഞു. ഇറാന്റെ തീരത്ത് നിന്നും 55 കിലോമീറ്റർ അകലെ ബുഷർ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ഇറാന്റെ എണ്ണ വ്യവസായത്തിന്റെ ഹൃദയമാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ഏറ്റവും വലിയ ക്രൂഡ് ടാങ്കറുകൾക്ക് പോലും ഡോക്ക് ചെയ്യാനും ചരക്ക് കയറ്റാനും അനുവദിക്കുന്ന ആഴമേറിയ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നതിനാൽ പ്രധാന ഭൂപ്രദേശത്തോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുമായി ഒപ്പുവെച്ച ഇടക്കാല കരാറിനെ കുറിച്ചുള്ള ടെഹ്റാന്റെ നിലപാട് ബഗായി ആവർത്തിച്ചു. രേഖയിൽ പൂർണ്ണ വ്യക്തതയുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. കരാറിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒരു അവ്യക്തതയും ഇല്ല എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കരാറിന്റെ ഘടനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ബഗായി പ്രസ്താവിച്ചു. ധാരണാപത്രത്തിന്റെ വാചകം ഒരു ചെറിയ വാചകമാണ്. അതിൽ 14 ക്ലോസുകളുണ്ട്. തന്ത്രപ്രധാനമായ സമുദ്ര വ്യാപാര പാതയെക്കുറിച്ചുള്ള ടെഹ്റാന്റെ ഭൗമരാഷ്ട്രീയ നിലപാട് അദ്ദേഹം വീണ്ടും പുനഃസ്ഥാപിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം ഇറാനാണെന്ന് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഒമാനുമായി കൂടിയാലോചിച്ചും പ്രാദേശിക രാജ്യങ്ങളുമായുള്ള സംഭാഷണത്തിലൂടെയും ഈ വിഷയം പിന്തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്ര പ്രതിബദ്ധതകൾ ലംഘിക്കുന്നതിനെതിരെ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകി. വക്താവ് ഊന്നി പറഞ്ഞു, വാചകം പൂർണ്ണമായും വ്യക്തമാണ്. കൂടാതെ കരാർ ലംഘിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ഒഴികഴിവുമില്ല. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉൾപ്പെടെ അമേരിക്കൻ ശ്രമങ്ങൾ ശക്തമാകുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് ആലോചിച്ചിട്ടുണ്ട്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് US നേതാവ് പരിഗണിക്കുന്നുണ്ട്. തീവ്രമായ വ്യോമാക്രമണങ്ങൾ മുതൽ പ്രധാന ഇറാനിയൻ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സാധ്യമായ കരപ്രവർത്തനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് പർവ്വത സമുച്ചയത്തിലെ ആക്രമണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. US ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്താൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അവരുടെ സൈന്യത്തിന് സൈനിക നിയന്ത്രണം ലഭിക്കും. ഇത് ഒടുവിൽ ടെഹ്റാൻ സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തിയേക്കും. എന്നിരുന്നാലും അത്തരം ഏതൊരു നീക്കവും അമേരിക്കൻ സേനയെ ഇറാനിൽ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് ഇരയാക്കും. ഇറാനിയൻ ദ്വീപുകൾ പിടിച്ചെടുക്കാൻ US-ന് സൈനിക ശേഷിയുണ്ടെന്ന ഇടുങ്ങിയ തന്ത്രപരമായ ബോധമുണ്ടെന്ന് ലണ്ടനിലെ കിങ്സ് കോളേജിലെ സുരക്ഷാ പഠനങ്ങളിലെ അസോസിയേറ്റഡ് പ്രൊഫസർ ആൻഡ്രിയാസ് ക്രീഗ് അൽ ജസീറയോട് സംസാരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ആവശ്യത്തിന് വ്യോമനാവിക ഉഭയജീവി ശക്തിയും തുടർന്നുണ്ടാകുന്ന സംഘർഷം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ചെറിയ ഇറാനിയൻ ദ്വീപ് പിടിച്ചെടുക്കാൻ കഴിയും. വലുതും സ്ഥിരവുമായ താവളങ്ങൾ, ചെറിയ ഫോർവേഡ് സൈറ്റുകളിലുമുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലുടനീളം ഏകദേശം 50,000 സൈനികരെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ദ്വീപ് പിടിച്ചെടുക്കലും അധിനിവേശവും അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ഒരു ദ്വീപ് താൽക്കാലികമായി പിടിച്ചെടുക്കുന്നത്, അത് കൈവശം വയ്ക്കുന്ന, വിതരണം ചെയ്യുന്ന, അതിൽ നിന്നും തന്ത്രപരമായ നേട്ടം നേടുക എന്നിവയിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നും ക്രീഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.